മോസ്കോയിൽ 150-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ഒറ്റ രാത്രിയിൽ ഉക്രൈൻ ഒരു വലിയ ആക്രമണം നടത്തി. അടുത്തിടെയായി അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഉക്രൈൻ മോസ്കോയെ നോക്കി ചെയ്ത ആക്രമണങ്ങളിൽ വെച്ച് ഇത് വലിയ ഒരു ആക്രമണമാണ് എന്ന് നമ്മൾ ഈ ആക്രമണത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് സംഭവിച്ചതിന് ശേഷം റഷ്യ വീണ്ടും തിരിച്ചടിക്കാനായി ഉക്രൈന്റെ ഖാർക്കീവിൽ വളരെ മോശമായ ഒരു ഡ്രോൺ ക്രൂയിസ് മിസൈൽ ആക്രമണം ഇന്നലെ ചെയ്തു. അതായത് മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ ഉച്ചവരെ ഒരു 18 മണിക്കൂർ ഗ്യാപ്പിൽ ഏകദേശം 15-ൽ കൂടുതൽ ഗൈഡഡ് ബോംബ്സും 10-ൽ കൂടുതൽ ക്രൂയിസ് മിസൈൽ ഇങ്ങനെ ഒരു സംയുക്ത ആക്രമണം നടത്തി. അതിനാൽ ഖാർക്കീവ് പ്രദേശത്ത് ഉക്രൈൻ ഒരു വലിയ തകർച്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനായി ബെൽഗറോഡ് പ്രദേശത്ത് ഉക്രൈൻ വീണ്ടും റഷ്യയുടെ ടാർഗറ്റ്സിൽ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയുടെ ക്രെംലിൻ ഇവയ്ക്കെല്ലാം ഒരു വലിയ പ്രതികരണം നൽകി. ന്യൂക്ലിയർ ഡോക്ട്രിൻ ഞങ്ങൾ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉക്രൈൻ ഇതുപോലെ തുടർന്ന് നിയമലംഘനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും ഞങ്ങളുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ ഇവിടെ മാറ്റുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. അവസാനത്തെ ഒരാഴ്ച എടുത്തു നോക്കിയാൽ ഈ റഷ്യയ്ക്കും ഉക്രൈനും മധ്യം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നത് ഒരു പുതിയ ഘട്ടം പ്രാപിച്ചു എന്ന് പറയാം. 26-ാം തീയതി മുതൽ ഉക്രൈനിൽ റഷ്യയുടെ ഒരു മാസ് ക്രൂയിസ് മിസൈൽ ഡ്രോൺ ആക്രമണം നടന്നു. ഒരു സംയുക്തമായ ആക്രമണം ഉക്രൈനിൽ ചെയ്യുന്നു. കാരണം റഷ്യയുടെ കേഴ്സ് പ്രദേശത്തേക്ക് ഉക്രൈൻ കടന്നതിന് ശേഷം റഷ്യ ഒരു റിവെഞ്ച് ആക്രമണം അല്ലെങ്കിൽ റഷ്യയുടെ പ്രതികരണം എന്നത് വലിയ രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ 26-ാം തീയതി തുടങ്ങിയ ഈ ഒരു പ്രശ്നം F-16 വീഴ്ത്തിയതിനു ശേഷം വലുതാകാൻ തുടങ്ങി. ലിമിറ്റഡ് സോഴ്സ് മാത്രമുള്ള F-16-ൽ ഉക്രൈൻ ഒന്ന് നഷ്ടപ്പെടുത്തിയെന്ന് അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് ഉക്രൈന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്നാണ്. കാരണം റഷ്യയുടെ ഓയിൽ റഫൈനറീസിനെ ആക്രമിക്കുക, റഷ്യയുടെ ഓയിൽ ഡെപ്പോസിനെ ആക്രമിക്കുക, ഇങ്ങനെ വളരെ ചെറിയ ചെറിയ രീതിയിൽ ഉക്രൈൻ റഷ്യ ആക്രമിച്ചു കൊണ്ടിരുന്നാലും ഒരു മേജറായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഈ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിനെതിരെ ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായില്ല. അതിനുള്ള തിരിച്ചടി ഓഗസ്റ്റ് മാസം 31-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം ആരംഭിച്ചു. 160 ഡ്രോൺസ് റഷ്യയുടെ ഭാഗങ്ങളെ നോക്കി പ്രധാനമായും മോസ്കോ റീജിയനെ ലക്ഷ്യമിട്ട് ഉക്രൈൻ അയക്കുന്നു. ഇത് ഒഫീഷ്യലായി അവർ റെക്കഗ്നൈസും ചെയ്തു. ശത്രുവിന്റെ പൊസിഷൻസിൽ ഞങ്ങളുടെ 1-വേ സൂസൈഡ് ഡ്രോൺ ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമിച്ചു. ഒരു യുദ്ധം എങ്ങനെയാണ് എന്ന് തീർച്ചയായും ഞങ്ങൾ റഷ്യയെ പഠിപ്പിക്കുമെന്ന് ഉക്രൈന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അകത്തേക്ക് വന്ന ഡ്രോൺസ് എന്ത് വലിയ മാറ്റം അവിടെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്ത് പരിണത ഫലങ്ങൾ ഉണ്ടായെന്ന് നോക്കിയാൽ റഷ്യയുടെ ക്രെംലിൻ ഇതിനെക്കുറിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഏകദേശം 9 ഡ്രോണുകളെ വരെയും മോസ്കോ റീജിയണിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തി. മൊത്തത്തിൽ റഷ്യ മുഴുവനും ബെൽഗറോഡ് കൂടാതെ കേഴ്സ് ഭാഗം ഈ എല്ലാ റീജിയനും ചേർത്ത് 158 ഡ്രോണുകളെ ഞങ്ങൾ താഴെ ഇറക്കിയെന്ന് ഒരു കാര്യം പറഞ്ഞു. ഇതിൽ ചില ഡ്രോൺസ് മിസ്സായി തൊട്ടടുത്തുള്ള കൊണാക്ക പവർ സ്റ്റേഷൻ, മോസ്കോയിൽ വളരെ അടുത്തുള്ള ഒരു പവർ സ്റ്റേഷനാണ്. കൂടാതെ മോസ്കോ റഫൈനറി, ഇതും റഷ്യയ്ക്ക് വളരെ വാല്യൂബിളായ അസറ്റ് ആണ്. അതും ക്രെംലിൻ തൊട്ടടുത്താണുള്ളത്. അതിലും ഈ ഒരു ഡ്രോൺ ആക്രമണം നടത്തുന്നു. ഇത് സംഭവിച്ചതിന് ശേഷം ഇവ രണ്ടിലും ഈ ഓയിൽ റഫൈനറിയിൽ ഫയർ ആകുന്നു. ഈ പവർ പ്ലാന്റിൽ നടത്തിയ ആക്രമണത്തിൽ പവർ ഗ്രിഡ്സിൽ ചിലത് തകരുന്നു. ചില മൈനർ ഡാമേജസും അവിടെ ഉണ്ടായി. ഇതിനുശേഷം അതായത് ആദ്യം റഷ്യ ഉക്രൈൻ ആക്രമിച്ചു, വീണ്ടും ഉക്രൈൻ തിരികെ റഷ്യ ആക്രമിക്കുന്നു. ഇപ്പോൾ ക്രെംലിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലകളിൽ ആക്രമണം നടത്തിയാലും ഖാർക്കീവ് പ്രദേശങ്ങളിൽ അധിക നാശനഷ്ടമൊന്നും കഴിഞ്ഞ ആഴ്ചകളിൽ സംഭവിച്ചിട്ടില്ല. കാരണം ഈ കേഴ്സ്ക് അധിനിവേശത്തിന് മുൻപ് വരെയും ഖാർക്കീവിൽ വളരെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു ഭീതി നിറഞ്ഞ സാഹചര്യമായിരുന്നു അവിടെ. എന്നാൽ കേഴ്സ്കിൽ ആക്രമണം നടന്നതിന് ശേഷം എല്ലാവരുടെയും മുഴുവൻ ശ്രദ്ധ കേഴ്സ്കിലും കൂടാതെ പോക്രോസ് ഭാഗങ്ങളിലേക്ക് മാറി. ഇതിനുശേഷം ഖാർക്കീവിൽ അങ്ങനെ വലിയ ആക്രമണങ്ങളൊന്നും നടന്നില്ല. എന്നാൽ ഇവയെല്ലാം കുറച്ച് ദിവസം മാത്രമായിരുന്നു. സെപ്റ്റംബർ മാസം 1-ാം തീയതി അതിരാവിലെ മുതൽ റഷ്യ ഉക്രൈനിൽ ആക്രമിക്കാൻ തുടങ്ങി, വീണ്ടും ഖാർക്കീവ് പ്രദേശത്ത്. ഇത് സെലൻസ്കി ട്വിറ്ററിൽ ഒരു കാര്യം പറഞ്ഞത് ഖാർക്കീവ് പ്രദേശത്ത് വളരെ മോശമായ റഷ്യയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഖാർക്കീവ് മേഖലയിൽ ഉണ്ടായ ഒരു ആക്രമണത്തിൽ മാത്രം ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ചില അപ്പാർട്ട്മെന്റ്സ് ഇങ്ങനെ പലതും തകർന്നു. 6 പേർ മരിച്ചു. ഇതിൽ 2 പേർ കുഞ്ഞുങ്ങളാണ്. ഇതുകൂടാതെ 60 വ്യക്തികൾക്ക് വരെയും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. റഷ്യയുടെ ഈ തീവ്രവാദ ആക്രമണം ഉക്രൈനിൽ വളരെ ഭീകരമായി തന്നെ അവർ നടത്തി. സത്യത്തിൽ റഷ്യക്ക് യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എപ്പോഴാണോ വെസ്റ്റേൺ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യക്കുള്ളിൽ ആക്രമിക്കേണ്ട ഒരു അനുവാദം നിങ്ങൾ നൽകുന്നത്,
അന്ന് മാത്രമേ ഈ യുദ്ധത്തിന്റെ തീവ്രത എന്താണെന്നുള്ളത് പുടിന് മനസ്സിലാവുകയുള്ളൂ. പുടിന് മനസ്സിലാക്കിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കായിട്ടുള്ള ആ ഗ്രീൻ സിഗ്നൽ നൽകണമെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തിൽ പറഞ്ഞു. ഇപ്പൊ ഖാർക്കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിന് ശേഷം സാഹചര്യം മുഴുവനായി മാറാൻ തുടങ്ങി. ഈ കാഷ്വാലിറ്റീസ് കൗണ്ട് എന്നത് തീർച്ചയായും കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഇവിടെ റഷ്യക്ക് നേരെ നടത്തിയ ഒരു വലിയ കുറ്റാരോപണം സിവിലിയൻ ടാർഗറ്റിനെയാണ്. റഷ്യ അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിരിക്കുന്നത്. മാളിനെ ആക്രമിച്ചു, പ്രധാനപ്പെട്ട ജനങ്ങൾ പോകുന്ന പല ഭാഗങ്ങളെ ആക്രമിച്ചു, കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ടിൽ വലിയൊരു ഗർത്തം തന്നെ ഉണ്ടാക്കി. ഇങ്ങനെ വലിയ കുറ്റാരോപണം നടത്തി റഷ്യ സിവിലിയൻ ടാർഗറ്റിനെ ആക്രമിക്കുന്നുവെന്ന്. ഇപ്പോ ഇതിന് പ്രതികാരം എന്ന വണ്ണം ഉക്രൈൻ ബെൽഗ്രോഡ് പ്രദേശത്ത് ആക്രമിക്കുന്നു. ഈ ബെൽഗ്രോഡ് റീജിയണിൽ ഇതുപോലെ തന്നെ ഉക്രൈനും റഷ്യയുടെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതായി റഷ്യ ഒരു ആരോപണം നടത്തി. ഈ ഒരു സ്ട്രൈക്കിൽ 5 റഷ്യൻസ് വരെ മരിച്ചിട്ടുണ്ട്. അതിൽ 3 കുട്ടികളാണ്. ഇപ്പോൾ ഈ 2 വശത്തും 2 പേരുടെയും സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ സിവിലിയൻസിനെയാണ്, പൊതുജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുവെന്നാണ് മാറി മാറി പറഞ്ഞ് കുറ്റമാരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അത് സത്യമാണെങ്കിൽ ഈ 2 ഭാഗവും അറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയതെങ്കിൽ സത്യത്തിൽ അത് വളരെ മോശമായ ഒരു കാര്യം, ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. 2 ഭാഗത്തും നടക്കുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങളെ ലക്ഷ്യമിടാതെ മറ്റ് സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് പ്രധാനപ്പെട്ട മിലിറ്ററി ടാർഗറ്റ്സിനെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു യുദ്ധമായി മാത്രമേ മാറാവൂ. ഇപ്പൊ വീണ്ടും സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ബെൽഗ്രോഡിൽ നടന്ന ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കും, ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പുടിൻ അത് മനസ്സിലാക്കും. ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഇത് കൂടാതെ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം ഓഗസ്റ്റ് 26-ാം തീയതി മുതൽ സെപ്റ്റംബർ 1-ാം തീയതി വരെ മാത്രം 160 മിസൈലുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിസൈൽസ്, 780 ഗൈഡഡ് ഏരിയൽ ബോംബ്സ്, 400 ആക്രമണ ഡ്രോണുകൾ ഉക്രൈന്റെ പല മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ അയച്ചുവെന്നും പറയുന്നു. ഇവയെല്ലാം ഇപ്പൊ നടന്നവസാനിച്ച കാര്യമാണ്. ഈ സംഭവിച്ചതിന് ശേഷം 2 പ്രധാനപ്പെട്ട ചോദ്യം മോസ്കോയെ നോക്കിയും ഉക്രൈനെ നോക്കിയും ഉയരുന്നുണ്ട്. ഈ 2 ചോദ്യവും സാധുവാണ്. അവ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ശക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആദ്യത്തെ ചോദ്യം, റഷ്യയുടെ മോസ്കോയിൽ S-300, S-400 മറ്റ് പല അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം, ഒരു ഘടനാപരമായ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതിന്റെ റേഞ്ച് എന്നത് ഇപ്പോൾ ആക്രമണം നടന്ന പവർ പ്ലാന്റ്, മോസ്കോയുടെ ഓയിൽ റിഫൈനറി, ഇവയെല്ലാം കവർ ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഇങ്ങനെ ഒരു ഫോർട്ടിഫൈഡ് ലൊക്കേഷനായി നിങ്ങൾ ക്രെംലിനെ മാറ്റി വെച്ചിരിക്കുമ്പോൾ എങ്ങനെ ഡ്രോൺസ് അകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് വന്ന് ഇത്രത്തോളം വലിയ ഒരു ആക്രമണം നടത്താൻ സാധിച്ചു എന്നുള്ള ആദ്യത്തെ ചോദ്യം ക്രെംലിൻ നേരെ ഉയർന്നു. ഇപ്പോ ഉക്രൈൻ നേരെ വയ്ക്കുന്ന മറ്റൊരു ചോദ്യം, 10 ക്രൂയിസ് മിസൈൽസ് വരെയും കാർഖീവ് പ്രദേശത്തെ നോക്കി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. കൂടാതെ കാർഖീവിൽ അകത്തേക്ക് വന്ന മിസൈൽസ് ഞങ്ങൾ ഡിഫൻഡ് ചെയ്തു എന്നും നിങ്ങൾ പറയുന്നു. അകത്തേക്ക് 10 മിസൈൽസ് വന്നു, അവ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു, ഡ്രോൺസ് കാരണമാണ് ചില ഇമ്പാക്ട് ഉണ്ടായി എന്നും ഉക്രൈൻ പറഞ്ഞു. എന്നാൽ ഉക്രൈനിയൻസ് ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ നോക്കുമ്പോൾ ക്രൂയിസ് മിസൈൽ പോയി ഡയറക്റ്റ് ആക്രമിക്കുന്ന ഫൂട്ടേജ് ഓൺലൈനിൽ വളരെ വേഗത്തിൽ പടരുകയാണ്. ഇതിനെ അടിസ്ഥാനമാക്കി ചോദിക്കുന്നത്, എല്ലാ ക്രൂയിസ് മിസൈൽസിനെയും നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറയുന്നു, നിങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആ സ്ഥലത്ത് ആക്റ്റീവ് ചെയ്തു എന്നും പറയുന്നു. അപ്പോൾ നിങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം വെടിവെച്ച് വീഴ്ത്തിയെന്നുണ്ടെങ്കിൽ ബാക്കി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ക്രൂയിസ് മിസൈൽസ് അവിടെ എങ്ങനെയാണ് വന്നത്? അപ്പോൾ റഷ്യയുടെ ക്രൂയിസ് മിസൈൽസിനെ നിങ്ങളെ കൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കാത്തതാണോ? അല്ലെങ്കിൽ റഷ്യയുടെ ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യാൻ അയച്ച നിങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽസിനെ കൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ഉക്രൈൻ നേരെ ചില ചോദ്യങ്ങൾ ഉയർന്നു. ഇതിൽ ഒരുപാട് പേർ പറയുന്നത്, ഈ 2 ഭാഗം, മോസ്കോ ആയാലും ഉക്രൈൻ ആയാലും, ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ അയക്കുന്ന മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് ഈ 2 ഭാഗത്തിനും സാധാരണ കാര്യമാണ്. കാരണം ഇപ്പോഴുള്ള പാട്രിയോട്ട്, S-300, S-400 ഇവയ്ക്കെല്ലാം അതിനുള്ള ഒരു ശക്തിയുണ്ട്. അകത്തേക്ക് വരുന്ന മിസൈൽസിനെ തടയാനുള്ള ശക്തിയുണ്ട്. ടെക്നോളജിക്കലി അകത്തേക്ക് വരുന്ന ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്, തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഗെയിം ചേഞ്ച് സംഭവിച്ചത് ഡ്രോൺസ് ആണ്. എത്ര തന്നെ ഒരു യൂണിറ്റ് ഓഫ് പാട്രിയോട്ട് നിങ്ങൾ വെച്ചിരുന്നാലും, S-300, S-400 നിർത്തി വെച്ചിരുന്നാലും, ഒരു സെറ്റ് ഓഫ് ഡ്രോൺസ് അകത്തേക്ക് വരുമ്പോൾ, ഒരു 200 ഡ്രോൺസ് അകത്തേക്ക് വരുമ്പോൾ ആ 200നെയും ഡിഫൻഡ് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഈ ഡ്രോൺസിന്റെ റേഡാർ സിഗ്നൽസ് വളരെ കുറവായതുകൊണ്ട് കൂടുതലും ഈ ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസും കുറയും. വിഷ്വലി നോക്കി അതിനെ ആക്രമിക്കാൻ സാധിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്സ് ഉപയോഗിച്ച് ഈ ഡ്രോൺസിനെ ഗ്രൗണ്ട് ചെയ്യുക മാത്രമാണ് അവിടെയുള്ള പോസിബിൾ ചാൻസസ്. അപ്പോൾ എത്രത്തോളം ഹൈ എൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നാൽ പോലും അകത്തേക്ക് വരുന്ന ഡ്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ, ഒരു സ്വാം ഡ്രോൺ കൂട്ടത്തിൽ തന്നെ അകത്തേക്ക് അയക്കുമ്പോൾ ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റവും ഫെയിൽ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ 2 സിനാരിയോയും നമുക്ക് വ്യക്തമായി കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ മാറ്റുന്നതിനെ കുറിച്ച് ക്രെംലിൻ ഒരു കാര്യം പറഞ്ഞു. ഈ റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ അവസാനം 2020-ൽ പുടിൻ സൈൻ ചെയ്ത് ചില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ, റഷ്യ എന്ന ഒരു നാടിന്റെ സുരക്ഷയ്ക്ക്
എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ റഷ്യയുടെ സംരക്ഷണത്തിന് എതിരെ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ച് അണുആയുധ മിസൈലുകൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ കൺവെൻഷണൽ വെപ്പൺ ഉപയോഗിച്ച് നോർമൽ മിസൈൽസ് ഉപയോഗിച്ച് റഷ്യ എന്ന ആ നാടിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലോ റഷ്യ ആണവ മിസൈലുകൾ അവരുടെ പക്കലുള്ള എല്ലാ ആണവ മിസൈൽസും അവർക്ക് നേരെ അയക്കുമെന്നുള്ളതായിരുന്നു റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ. ഇവിടെ ന്യൂക്ലിയർ ഫസ്റ്റ് സ്ട്രൈക്കിനും റഷ്യ തയ്യാറാണ് എന്നുള്ളതും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ന്യൂക്ലിയർ ഡോക്ട്രിനിൽ ചില മാറ്റങ്ങൾ നൽകാനുള്ള പോസിബിലിറ്റീസും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ആവശ്യമാണ്. ഇതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, ഇതെങ്ങനെ വർക്ക് ആകുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഒരുപക്ഷെ അടുത്ത 1-2 ദിവസത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ, ഈ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്താണ്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് മോഡൽ എങ്ങനെയാണ്, ഇവയെല്ലാം ആ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.